ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ ഭർത്താവ് ചിലവ് നൽകുന്നില്ല. വീട്ടിലെ മുഴുവൻ ചിലവും ഞാൻ തന്നെയാണ് വഹിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഭർത്താവിനൊരു അവിഹിത ബന്ധമുണ്ട്. ഈ സാഹചര്യത്തിൽ അയാളുമായി തുടരാൻ താല്പര്യമില്ല. മക്കളെ ഓർത്ത് ഡിവോഴ്സിന് താല്പര്യവുമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ തുടരുന്നതിൻ്റെ ഇസ്ലാമിക വിധി ഞാനിത് എന്താണ്? കേൾക്കുമ്പോൾ സാധാരണ സ്ത്രീകൾ പറയുന്ന ഒരു കമന്റ് എൻ്റെ മനസ്സിലേക്ക് വരും. എന്തിനാ മോളെ പഠിക്കണത്? എനിക്കൊരു ജോലി വേണം. എന്തിനാണ് മോളെ നിനക്കൊരു ജോലി? ഭർത്താവിനെ ആശ്രയിക്കണ്ടല്ലോ, നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാമല്ലോ എന്നാണ് പറയാ. ആ ഒരു ചിന്താഗതി തന്നെ വളരെ അപകടകരമായ ചിന്താഗതിയാണ്. എന്തുകൊണ്ട് വെച്ചാൽ നമ്മളൊരു ഭർത്താവിനെയാണ് ചെലവഴിക്കേണ്ടത്. അപ്പോൾ ഒരു പെണ്ണിന് എത്ര തന്നെ ശമ്പളം ഉണ്ടെങ്കിലും അവൾക്ക് മൊബൈൽ ഭർത്താവ് വാങ്ങിക്കൊടുക്കണം, അവൾക്ക് ഡ്രസ്സ് ഭർത്താവ് എടുത്തു കൊടുക്കണം, അവളുടെ ചെലവ് ഭർത്താവ് വഹിക്കണം. അപ്പോൾ പൊതുവെ ജോലിയുള്ള സ്ത്രീകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അവർ നിർവഹിച്ചു വരുമ്പോൾ സ്വാഭാവികമായും ഭർത്താക്കന്മാരെന്ത് ചെയ്യും, ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നാണ്ട് ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് സംഭവിക്കണം എന്താ വെച്ചാൽ ഭാര്യ ഭർത്തൃ ബന്ധം തന്നെ അവർ തമ്മിൽ എന്ത് ചെയ്യും, ഒരു പ്രതികൂലാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് അതുകൊണ്ട് ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോഴാണല്ലോ ആ ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഭാര്യ എന്തെങ്കിലും ആവശ്യങ്ങൾ ഭർത്താവിനോട് പറയുക, ഭർത്താവ് അത് കൊണ്ടേ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ വാങ്ങുക. സത്യത്തിൽ ജോലിയുള്ള സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഈ കൊടുക്കലും വാങ്ങലും ഈ വിനിമയങ്ങളും തീരെ നടക്കുന്നില്ല. അപ്പൊ ഭർത്താവിനോട് എന്ത് പറഞ്ഞാൽ അയാൾ പറയാൻ, ഒരു പൈസല്ലേ നീ വാങ്ങിക്കോ, നീ ചുരിദാർത്തോ, ആരെപ്പം നിന്നോട് എടുക്കണ്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് വിചാരിച്ചാൽ അവൾ വേറെ ഒരു റൂട്ടിലും അവൻ വേറെ റൂട്ടിലും പോകും. പിന്നെ മാത്രമല്ല, അതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ ഇവന് കിട്ടുന്ന എല്ലാ വരുമാനങ്ങളും അവൻ എന്ത് ചെയ്യും, വേണ്ടാത്ത കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നിടത്തേക്ക് എത്തും. കാരണം ആവശ്യമായ ചെലവുകൾ അവൻ്റെ പേരിൽ വരാത്തത് കൊണ്ട് അനാവശ്യ ചെലവുകളിലേക്ക് പണം എന്ത് ചെയ്യും പോവും. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ പ്രശ്നം വരുമ്പോൾ അത് അവിഹിതങ്ങളിലേക്ക് നീങ്ങും. എല്ലാ കുടുംബ ദുരന്തങ്ങളും എത്തിച്ചേരുന്ന ഒരു കാരണങ്ങളിൽ ഒന്നാണ് എന്ത്, നിർവഹിക്കേണ്ട ബാധ്യത. അതായത് വീട്ടിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ഭർത്താവാണെങ്കിൽ അത് അയാൾ നിർവഹിക്കണം, ഭാര്യ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം അവൾ നിർവഹിക്കണം, മക്കളെ കാര്യത്തിൽ വാപ്പൻ്റെ ഭാഗം വാപ്പ നിർവഹിക്കണം, അതേപോലെ ഉമ്മൻ്റെ ഭാഗം ഉമ്മ നിർവഹിക്കണം. ഇത്തരം നിർവഹണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇവർ ചോദിക്കുന്നതനുസരിച്ചിട്ട് ഭർത്താവിന് അവിഹിതങ്ങൾ ഉണ്ടെങ്കിൽ ആ അവിഹിതങ്ങളെ കാരണം കൊണ്ട് അത് ബോധ്യപ്പെട്ട്, സംശയമല്ല, ശരിയായ ഗതിയിൽ നമുക്ക് തെളിവും കൃത്യതയും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവനോട് അദ്ദേഹത്തോട് ഡൈവേഴ്സ് ആവശ്യപ്പെടുന്നതിനോ അല്ലെങ്കിൽ മാറി നിൽക്കുന്നതിനോ ഒന്നും വിരോധമില്ല. പക്ഷേ സ്വാഭാവികമായും ഇത്തരം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോവാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും നമുക്കൊരു ജോലി ഉണ്ടല്ലോ എന്ന ഒരു ആത്മവിശ്വാസം കൊണ്ട് നമ്മൾ ഭർത്താവിന് വേണ്ടെന്ന് വെച്ചാൽ അതൊരു പക്ഷേ വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിച്ചേക്കും എന്ന് മനസ്സിലാക്കണം. പരമാവധി ഒത്തുപോകാൻ ശ്രമിക്കുകയാണ് വേണ്ടത്.